ഈശ്വംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദിവസങ്ങളിലെല്ലാം നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരു തീവ്രമായ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ആരാണ് ഭേദം, ബുദ്ധിമാനോ അതോ ഷണ്ടനോ? ലോകം കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവമക്കളായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ കാര്യങ്ങൾ കാണാൻ പഠിക്കേണ്ടവരാണ്. ലോകം ഇന്ന് ബുദ്ധിമാന്മാർക്കല്ലേ പ്രാധാന്യം കൽപ്പിക്കത്തുള്ളൂ, അതോ ഷണ്ടന് പ്രാധാന്യം കൽപ്പിക്കുമോ? ഒരു വ്യക്തി സൂചിപ്പിച്ചൊരു കാര്യം, ഞാൻ ട്രാൻസ്ജെൻഡറാണ്, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ സമൂഹത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഷണ്ടന്റെ കാര്യമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ചില സാഹചര്യങ്ങളിൽ സ്വഭാവം വെച്ച്, പെരുമാറ്റം വെച്ച് നമ്മൾ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ ബുദ്ധിമാനേക്കാൾ ഭേദം ഷണ്ടനാണ്. നമുക്കതിന് ഒരു വചനഭാഗം എടുത്താൽ മനസ്സിലാവും. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11 മുതൽ മുമ്പോട്ട് വായിച്ചാൽ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് ദൈവം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബുദ്ധിമാനേക്കാൾ ദൈവം വിലമതിക്കുന്നത് ഷണ്ടനെ. എന്തുകൊണ്ടാണ്? ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, വേണമെങ്കിൽ നമുക്ക് ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്ന ബുദ്ധിമാനാകാം. ചിലർക്ക് ബുദ്ധിയുടെ അതിപ്രസരം കാരണം അവര് ചെയ്യാറുള്ളൊരു കാര്യം ജ്ഞാനം, അതുപോലെ തന്നെ പ്രബോധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുച്ഛിച്ച് തള്ളുന്ന ആ ഒരു സ്വഭാവം നമ്മൾ കണ്ടെന്ന് വരും. 1 കൊരിന്തോസ് 2-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലൗകിക മനുഷ്യർക്ക് ആത്മീയ കാര്യങ്ങൾ ഭോഷത്വമായി തോന്നാം. ബുദ്ധി ഭരിക്കുന്നത് കൊണ്ട് ആത്മീയ കാര്യങ്ങളെ ഭോഷത്വമായിട്ട് കണക്കാക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളെക്കാൾ ഭേദമാണ് ഷണ്ടന്മാർ. എങ്ങനെയുള്ള ഷണ്ടന്മാർ? അത് പറഞ്ഞിട്ടുണ്ട്, നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടാത്ത ഷണ്ടനാണ് ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്ന ബുദ്ധിമാനേക്കാൾ ഭേദം. എവിടെയാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ തന്നെ ഈ ആഗമന കാലത്ത് ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കേണ്ടതിന് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, നാം ഫോക്കസ് കൊടുക്കേണ്ട, ശ്രദ്ധ കൊടുക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. പ്രാധാന്യം കൽപ്പിക്കേണ്ടതിന് പ്രാധാന്യം കൽപ്പിക്കണം. നമ്മുടെ ബുദ്ധി സാമർഥ്യത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ അനുസരിച്ചും നമ്മൾ ജീവിക്കുക എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരമ്മയുടെ വാക്ക് ഞാൻ കേട്ടതാണ്. മകളുടെ ചില സ്വഭാവ രീതികളൊക്കെ കണ്ടിട്ട് അമ്മ അവളോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ലൈനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അവൾ പറഞ്ഞു, ഇല്ല ഇല്ല. ഞാൻ വേണേൽ അമ്മയുടെ തലയെ കൈവച്ച് പറയാം, ഇല്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ഒരാഴ്ചക്കകം അവള് ഒരുത്തനുമായിട്ട് ഒളിച്ചോടി. ഇത് ഈ 4-5 ദിവസം കൊണ്ട് വന്നൊരു അടുപ്പമാണോ? അല്ല. അവളെ സംബന്ധിച്ചിടത്തോളം അമ്മ പറഞ്ഞത് അവൾ നല്ല ബുദ്ധിശാലിയാണ്. അവളുടെ പെരുമാറ്റങ്ങളെയെല്ലാം, അവൾ ചെയ്യുന്ന തെറ്റ് പോലും കവർ ചെയ്ത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അസാധാരണമായ ബുദ്ധി അവൾക്കുണ്ട്. പക്ഷെ അവസാനം അത് ചെന്നെത്തിയത് എവിടെയാണ് എന്നുള്ളത് അവർ വിവരിക്കുകയായിരുന്നു. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ബുദ്ധിയിൽ ആശ്രയിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ ബുദ്ധി വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ആത്മീയതയിൽ നമുക്ക് വളരാൻ, ദൈവത്തെ സ്നേഹിക്കുന്നവരും മനുഷ്യരെ മാനിക്കുന്നവരുമായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 28-ന്റെ 26 കൂടി എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവർ ഭോഷന്മാരാണ്. ദൈവത്തെക്കാൾ, ആത്മീയ കാര്യങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവരെ കുറിച്ച് വചനം പറയാണ്, ഒരു ഭോഷന്മാരാണ്. ബുദ്ധിശാലികൾ ഭോഷന്മാരായി മാറുന്നതിന്റെ ഒരു കാരണമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എഫേസ്യസ് 4:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചവരായി മാറാൻ പറ്റും. അങ്ങനെയുള്ളവര് ദൈവത്തിൽ നിന്ന് അകന്നു പോകും, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 2 സംഭവങ്ങൾ, 2 സ്ത്രീകളെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. വിരോധാഭാസം എന്ന് നമുക്ക് തോന്നിപ്പോ.
ഇനി അതിൽ ഒരാൾ പറഞ്ഞ ഒരു കാര്യം, അച്ഛാ, എൻ്റെ മകൻ വലിയ ബുദ്ധിയോ സാമർഥ്യമോ ഒന്നുമില്ല, ഇച്ചിരി മാനസിക ശാരീരിക വൈകല്യമുള്ള വ്യക്തിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അവർ പറഞ്ഞത് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത, ആ കുഞ്ഞിനെ കാണുമ്പോൾ, അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എത്ര നിഷ്കളങ്കതയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അതിലവർ അഭിമാനിക്കുകയാണ് ചെയ്തത്. അല്ലാതെ സാധാരണ കുട്ടികളുടെ ആ വളർച്ച എൻ്റെ കുട്ടിക്ക് വന്നില്ല എന്ന് പറഞ്ഞ് പരാതി പരിഭവം പറയുകയല്ല ചെയ്തത്. അഭിമാനിച്ചു. കാരണം ഈ കുഞ്ഞിലേക്ക് നോക്കുമ്പോൾ ആ നിഷ്കളങ്കത അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. വേറൊരു സ്ത്രീ പറഞ്ഞത് സ്വന്തം മകനെ കുറിച്ചാണ്. അവൻ വളരെ ബുദ്ധിയും സാമർഥ്യമുള്ള വ്യക്തിയാണ്. പക്ഷേ ആ ബുദ്ധിമൂത്ത് ഇന്നവന് നിരീശ്വരവാദിയാണ്. അമ്മ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് രോഗിയാണ്, എനിക്കൊരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതിനേക്കാളെല്ലാം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ മകനാണ്. അപ്പൊ ഈ ബുദ്ധി സാമർഥ്യമാണോ പ്രധാനപ്പെട്ടത് എന്നുള്ളത് ഈ സംഭവങ്ങളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയം, യേശു തിരഞ്ഞെടുത്ത ആരെയാണ്? ബുദ്ധിശാലികളെ ആയിരുന്നോ? സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ, നല്ല മനസ്സുള്ള വ്യക്തികളെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള എത്ര പേരുണ്ട്? ഞാൻ തിരഞ്ഞെടുത്തത് ബുദ്ധിശാലികളെ അല്ല, സാധാരണക്കാരെ, നിഷ്കളങ്കരെ, ഇനി നല്ല മനസ്സുള്ളവരെ. അവരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയത് വൻ കാര്യങ്ങളാണ്. ബുദ്ധിശാലികളെ പോലും ലജ്ജിപ്പിക്കുന്ന ഒരു അഭിഷേകമാണ് അവരുടെ ജീവിതത്തിൽ പ്രകടമായത്. അത് അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും, സ്തേഫാനോസിൽ പ്രവർത്തിച്ചത് ഈ ഒരു അഭിഷേകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ആഘോഷത്തോട് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധീകരിച്ച് ആത്മീയതയിൽ വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിന് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബുദ്ധി സാമർഥ്യത്തെക്കാൾ നിഷ്കളങ്ക ജീവിതം, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, ആത്മാർത്ഥമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മനസ്സുറപ്പിച്ചുകൊണ്ട് ആ ഒരു തീരുമാനം ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മയായി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.